നമസ്കാരം. മാത്തൻസ് ഫാം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പടുതാക്കുളം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. പടുതാക്കുളം നമ്മൾ മത്സ്യങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലാണ് നിർമ്മിക്കുന്നത്. ഒന്ന് മണ്ണ് കുഴിച്ച് ആ കുഴിയിൽ നമ്മൾ എത്രയാണോ വ്യാസം വേണ്ടത്, എത്രയാണോ വിസ്താരം വേണ്ടത്, എത്രയാണോ അതിൻ്റെ കുളത്തിൻ്റെ അളവ്, അതിനനുസരിച്ചുള്ള ഷീറ്റിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഒരു തരത്തിൽ ചെയ്യുന്നത്. പിന്നെ ഒന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സിമൻറ്റ് ഇട്ടിട്ടും ചെയ്യാം. സിമൻറ്റ് ഇടുമ്പോൾ വെച്ചാൽ കുഴിയെടുത്ത് കുഴിയിൽ അതേപോലെ കല്ല് പാകി അതിന് കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതിയും കൂടിയുണ്ട്. പിന്നെ ഒരു പടുതാക്കുളത്തിൻ്റെ വേറൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയുടെ നിരപ്പിൽ നിന്ന് കല്ല് കെട്ടി ഉയർത്തിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഷീറ്റ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിനകത്ത് സിമൻറ്റ് ഇട്ടിട്ടും ചെയ്യാം. അപ്പോൾ ഇതിലേതാണ് നല്ലതെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മളെ ഏകദേശം ഒരു 1/2 മീറ്ററോളം മണ്ണ് കുഴിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കല്ല് വെച്ച് കല്ല് പാകി അത് സിമൻറ്റ് ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം ഈ ഷീറ്റ് ഇട്ട് പടുതാക്കുളത്തിൻ്റെ ഒരു ഷീറ്റ് ഇട്ടിട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ കുളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 4 മീറ്റർ വീതിയും ഒരു 6.5-7 മീറ്ററോളം നീളവും വരുന്നുണ്ട്. ഇതിന് ഏകദേശം 7 മീറ്റർ നീളം വരുന്നുണ്ട്. ഇതിന് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഭൂമി നിരപ്പിൽ നിന്ന് ഒരു 1/2 മീറ്റർ മണ്ണ് കളച്ചെടുത്തതിന് ശേഷം ആ കുളത്തിൻ്റെ ഏകദേശം നടുഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം തോണീൻ്റെ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. അത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മീൻ ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ കാഷ്ടങ്ങളുണ്ടാകും, കുറേ കാഷ്ടം, പിന്നെ അഴുക്ക്, നമ്മൾ തീറ്റ കൊടുക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ, ഇത് മുഴുവൻ ഈ സെൻറ്റർ ഭാഗത്തേക്ക് വന്ന് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പമ്പ് വെച്ചിട്ട് പുറത്ത് കളയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ ലെവലിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാഷ്ടം പല സ്ഥലത്തായിട്ട് സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുളം ക്ലീൻ ചെയ്യുന്ന സമയത്ത് അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ നമ്മൾ തോണീൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്നത്. നടുഭാഗം കുറച്ച് അത്ര ഒരു ഏകദേശം 1/2 അടി മുതൽ 1 അടി വരെ ഇതായിട്ട് ഷേപ്പായിട്ട് ഒരു തോണീൻ്റെ ഷേപ്പിൽ എടുക്കുക. അതിന് ശേഷം നമ്മൾ ഷീറ്റ് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുളം ഉണ്ടാക്കേണ്ട സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നല്ലത് മണ്ണ് ഒരു 1/2 മീറ്റർ മണ്ണ് എടുത്തതിന് ശേഷം അതിൻ്റെ കഴിയുമെങ്കിൽ ചെറിയ ചിലവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ആ മണ്ണ് തന്നെ ചാക്കിൽ, സിമൻറ്റ് ചാക്കിലോ അങ്ങനെ മറ്റും നിറച്ചിട്ട് ആ മണ്ണ് നിറച്ചതിന് ശേഷം ഈ എത്ര കുളം ഉണ്ടാക്കുന്ന അതിൻ്റെ ബോർഡറിൽ വരുന്ന സ്ഥലത്ത് നമ്മൾ നിരത്തി വെക്കുക. നിരത്തി വെച്ചതിന് ശേഷം അട്ടിക്കട്ടിക്കായിട്ട് നിരത്തി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ ഷീറ്റ് ഇടുമ്പോൾ അതിന് കവർ ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വേറൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ ആ മണ്ണെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ആ ഒരു കുഴീൻ്റെ അതിന് കണക്കായിട്ട് നമ്മൾ കല്ല്, നമ്മുടെ വീട് നമ്മുടെ സൈഡാണെങ്കിൽ വെട്ടുകല്ല് ചീപ്പിന് കിട്ടും, ചെറിയ റേറ്റിന് കിട്ടുന്ന കല്ലുണ്ട്. ആ കല്ല് ഇങ്ങനെ ബണ്ട് കെട്ടിയിട്ട് അത് സിമൻറ്റ് ഇട്ട് ഉറപ്പിച്ചതിന് ശേഷം പിന്നെ ഷീറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മണ്ണെല്ലാം എടുത്ത് ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ അടിയിലുള്ള കല്ല് കട്ടകളയിൽ ചെറിയ ചെറിയ കല്ല് അതുപോലുള്ള ഉണ്ടെങ്കിൽ എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ പഴയ ചാക്കോ അല്ലെങ്കിൽ പഴയ തുണിയോ ഫ്ലക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം എവിടെയെങ്കിലും കല്ലൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഷീറ്റ് ഇടാൻ പാടുള്ളൂ. ഷീറ്റ് എന്ന് വെച്ചാൽ 2-3 തരത്തിലുള്ള ഷീറ്റുണ്ട്, തടിച്ചത്, നേരിയത്, അങ്ങനെയുള്ള ഷീറ്റുകളുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ താർപ്പായി ഷീറ്റ്, നമ്മൾ വണ്ടീൻ്റെ ലോറീൻ്റെ എല്ലാം മേലെ ഇടാൻ ഉപയോഗിക്കുന്ന താർപ്പായി ഷീറ്റുണ്ട്. അത് കുറച്ച് കട്ടി കൂടുതലാണ്, കുറച്ച് റേറ്റ് ഉണ്ട്. അത് ഇടുകയാണെങ്കിൽ കുറേ കാലം നിൽക്കും, നിങ്ങൾക്ക് കേടുകൂടാതെ നിൽക്കും. അത് മറ്റേ നീല ഷീറ്റ് പോലുള്ള നേരിയ GSM കുറഞ്ഞ ഷീറ്റ് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഹോൾ ഉണ്ടാകാനും അതുപോലെ മീനിൻ്റെ മുള്ള് ഇതിന് തട്ടിയിട്ട് ഓട്ടയുണ്ടായി കഴിഞ്ഞാൽ വെള്ളം ലീക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. ലോറീൻ്റെ ഒക്കെ മേലെ ഇടുന്ന തരത്തിലുള്ള ഷീറ്റാണിത്. അപ്പോൾ ഈ ഷീറ്റ് ഇടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നല്ല തിക്നെസ് ഉണ്ട്, അതുപോലെ കുറേ കാലം നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ദിവസം കുളം ഉണ്ടാക്കിയിട്ട് ഒരു 6 വർഷമായി. 6 വർഷമായിട്ട് ഇതിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതുപോലുള്ള ഷീറ്റ് വാങ്ങിച്ചിടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലാതെ ലോക്കൽ ഷീറ്റ് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ മീനിൻ്റെ മുള്ള് തട്ടുകയോ അല്ലെങ്കിൽ നമ്മൾ മീൻ ഇട്ടതിന് ശേഷം മീനിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലിറങ്ങുകയാണെങ്കിൽ കാല് തട്ടുക, അടിയിൽ ചെറിയൊരു ഇതുണ്ടെങ്കിൽ തന്നെ കീറി അങ്ങ് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും പൈസ മുടക്കി ചെയ്യുന്നതായതുകൊണ്ട്
ഇതുപോലുള്ള ഷീറ്റ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ഗുണം. പിന്നെ മീൻകുളത്തിൻ്റെ അളവെന്ന് പറയുന്ന ഒരു നിശ്ചിത അളവൊന്നുമില്ല. നിങ്ങളെ സ്ഥല സൗകര്യത്തിനനുസരിച്ച് നിങ്ങളിപ്പം എത്ര മീനിനാണ് വളർത്താൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ സ്ഥലത്തിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ള കുളം നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ കുളം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏകദേശം 1 മീറ്ററെങ്കിലും താഴ്ച ഉണ്ടായിരിക്കണം. വെള്ളം 1 മീറ്ററെങ്കിലും വെള്ളം ഉണ്ടായിരിക്കണം അതിൻ്റെ അകത്ത്. അപ്പോൾ 1 മീറ്റർ വെള്ളം ഉണ്ടാകണമെങ്കിൽ ഏകദേശം 1.25 മീറ്ററോളം താഴ്ച ഉണ്ടാക്കണം. അപ്പോൾ വെള്ളം നന്നായി കുറവാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ വെള്ളത്തിൻ്റെ pH നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരും. പിന്നെ അതുമാത്രമല്ല വേനൽക്കാലത്ത് വെള്ളം അതിൻ്റെ അകത്ത് വറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ 1 മീറ്റർ താഴ്ചയെങ്കിലും കുളത്തിനുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീനുകൾക്ക് കുറച്ചും കൂടെ ഓക്സിജൻ്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പം മീനുകൾക്ക് യഥേഷ്ടം കറങ്ങി നടക്കാനുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ അതുപോലെ കൂടുതൽ ആഴത്തിൻ്റെ ആവശ്യം നമ്മൾ വളർത്തു മീനിന് കൂടുതൽ ആഴത്തിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ 1 മീറ്റർ മിനിമം ഉണ്ടായാലും മതി. 1 മീറ്റർ ഉണ്ടാകുന്ന ഏറ്റവും നല്ലത്. അതിൽ കൂടുതൽ ആഴത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 1 മീറ്റർ പരമാവധി 1 മീറ്റർ ഇറക്കമുള്ള കുളം ഉണ്ടാക്കുന്നതാണ് നല്ലത്. പിന്നെ നീളം വീതി നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കുക. അപ്പം കുളത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ മീനിൻ്റെ അളവ് നിങ്ങൾ കുറക്കേണ്ടി വരും. കൂടുതൽ മീനിന് ഇടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾ ഓക്സിജന് അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഓക്സിജൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓക്സിജൻ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചിലവുണ്ട്. അപ്പോൾ എങ്ങനെയായാലും പിന്നെ നമ്മൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്, ചില സമയങ്ങളിൽ ഓഫാക്കി വെക്കാറുണ്ട്. പിന്നെ മീനിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ മീനിൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ കൊടുക്കാതെ നമ്മൾ വളർത്താൻ ഒരു 200 മീനിനെ വളർത്താൻ പറ്റുള്ളൂ. അതല്ല നിങ്ങൾ ഓക്സിജൻ കൊടുത്തിട്ട് വളർത്തുകയാണെങ്കിൽ ഏകദേശം 500 മീനിൽ കൂടുതൽ ഇതിനകത്ത് വളർത്താൻ പറ്റും. അതേ അവസരത്തിൽ ഓക്സിജൻ നമ്മൾ ഏതെങ്കിലും കാരണവശാൽ കറണ്ട് ഓഫാകുകയാണെങ്കിൽ മീൻ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ മീനിന് ഓക്സിജൻ കൊടുക്കുക വളർത്തുമ്പോൾ ഇപ്പോൾ ഒന്നുകിൽ ഇൻവെർട്ടറോ അങ്ങനത്തെ എന്തെങ്കിലും സംവിധാനം വേണ്ടി വരും. കാരണം കറണ്ട് പോവുകയാണെങ്കിൽ ഓക്സിജന് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് സമയം നിൽക്കുമ്പോൾ തന്നെ മീനെല്ലാം മേലോട്ട് വരാൻ തുടങ്ങും. ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ മേലോട്ട് വരാൻ തുടങ്ങും. മീൻ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ മീൻ വളർത്തൽ വലിയ ലാഭമുള്ള ബിസിനസ്സല്ല. കാരണം എന്ന് വെച്ചാൽ തീറ്റയ്ക്ക് നല്ല റേറ്റ് ഉണ്ട്. ഇപ്പം അത് തീറ്റേൻ്റെ റേറ്റും നമ്മൾ കറണ്ട് ചാർജും എല്ലാം കൂടി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ മീൻ നമ്മൾ വിൽപ്പനക്കായിട്ട് വളർത്തുന്നത് അത്ര വലിയ ലാഭമുള്ള ബിസിനസ്സല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം മീനിൻ്റെ റേറ്റും കറണ്ട് ബില്ലും നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ മുടക്ക് മുതലിൻ്റെ അതേ പൈസ വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏകദേശം വിൽപ്പന ചെയ്യുകയാണെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കുമ്പോൾ ആരും വാങ്ങാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് ആ രീതിയിൽ വളർത്താതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പടുതാക്കുളം ഉണ്ടാക്കുന്ന ഏറ്റവും നല്ലതെന്ന് ഞാൻ കണ്ടെടുത്തോളം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ നല്ലതെന്ന് പറയുന്നത് നമ്മൾ 1/2 മീറ്ററോളം മണ്ണിനടിയിൽ മണ്ണെടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കല്ല് വെച്ച് കെട്ടുന്ന രീതിയാണ്. അതിനുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് കുളം ക്ലീൻ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ട്. കാരണം എന്താ വെച്ചാൽ കുളം ക്ലീൻ ചെയ്യണമെങ്കിൽ മറ്റേ രീതിയിലാണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ നമ്മൾ സമതലപ്പിൽ നിന്ന് താഴെ ആകുമ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ മോട്ടർ വെച്ചിട്ട് വേണം വെള്ളം പുറത്തേക്ക് വലിച്ച് കളയാനായിട്ട്. ഇതിപ്പോൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മേലെ 1/2 മീറ്റർ താഴ്ചയിലും അതിന് ശേഷം മേലെ കല്ല് വെച്ച് കെട്ടിയിട്ട് ചെയ്യുന്ന രീതിയാണെങ്കിൽ നമ്മൾ വെള്ളം പുറത്തേക്ക് കളയാനായിട്ട് ഫിൽറ്റർ ചെയ്യാൻ ഇത് പുറത്തേക്ക് വെള്ളം കളയുന്നതിന് കുളം ക്ലീൻ ചെയ്യുന്നതിന് നമ്മളൊരു പൈപ്പ് വെച്ചിട്ട് വാക്വം ചെയ്തിട്ട് പുറത്തേക്ക് കളയുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ചിലവില്ലാതെ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ കുളത്തിനൊരു ബലം കൂടുതൽ കിട്ടുന്നത് ഈ രീതിയാണ്. നമ്മൾ പൂർണ്ണമായിട്ടും ഭൂമിക്കിൻ്റെ മേലെ കല്ല് വെച്ച് കെട്ടുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ പവർ എന്ന് പറയുന്നത് നല്ലൊരു പവറുണ്ട്. കാരണം മീൻ അനങ്ങുന്ന സമയത്തും ഇതിനകത്ത് എയറേറ്റിൻ്റെ ഇതും കൊണ്ടെന്ന് വെച്ചാൽ നല്ല പുറത്തേക്ക് വെള്ളം തള്ളാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അങ്ങനെ തന്നെ വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ കെട്ടിയിട്ടുള്ള കല്ലിന് ചെറിയ ക്രാക്ക് വരാനും വിള്ളൽ വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ പകുതി ഭൂമിക്കടിയിൽ 1/2 മീറ്ററും അതിൻ്റെ മേലെ ഏകദേശം ഒരു 3/4 മീറ്റർ കെട്ടിപ്പൊന്തിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് കൂടുതൽ ബലം ചെയ്യുന്നത്. പിന്നെ മറ്റേ രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് മൊത്തമായിട്ടും മണ്ണിൻ്റെ അടിയിൽ നമ്മൾ കുഴിച്ചെടുത്തതിന് ശേഷം അത് മുഴുവനായിട്ടും അതിനകത്ത് താത്ത് ഇറക്കി വെച്ച് പ്ലാസ്റ്റിക് ഷീറ്റ് ഇറക്കി വെച്ചിട്ട് ചെയ്യുന്ന ആ രീതിയുണ്ട്. അത് കൂടുതൽ ബലം ചെയ്യും. പക്ഷേങ്കിൽ അതിന് വേറൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഈ നല്ല ഉറവുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഷീറ്റ് കുറച്ച് തള്ളാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് നമ്മൾ ഏകദേശം വെള്ളം ഓവർഫ്ലോ ആയിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുളത്തിൽ വെള്ളം ഇറങ്ങാനും അത് പുറത്തേക്ക് പോകാതെ ഇരിക്കുകയും ചെയ്യും. അതുകൂടെ മീനും പുറത്തേക്ക് ചാടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. ഇതെന്ന് വെച്ചാൽ 1/2 മീറ്റർ താഴ്ചയിലും മേലെ 1 മീറ്റർ ഹൈറ്റിലും കെട്ടിപ്പൊങ്ങിയതിന് ശേഷം ഷീറ്റ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ഗുണം ചെയ്യുക. പിന്നെ നമ്മൾ ഷീറ്റിൻ്റെ അളവെടുക്കുന്ന സമയത്ത്
ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റിൻ്റെ കുളത്തിൻ്റെ ഉള്ളിലുള്ള അളവ് എടുത്തതിന് ശേഷം പുറത്ത് പിന്നെ കല്ലിന് പുറമെ ഒരു 2 അടിയോളം കടന്ന് നിൽക്കുന്ന രീതിയിൽ വേണം അളവെടുക്കാൻ. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഷീറ്റ് ഇട്ടതിന് ശേഷം പുറത്തേക്ക് ഷീറ്റ് ഇട്ടില്ലെങ്കിൽ വെള്ളം നിറയുന്ന സമയത്ത് ഷീറ്റ് വലിഞ്ഞ് ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഷീറ്റ് നമ്മൾ പുറത്തേക്ക് കല്ലിനെ കാട്ടി ഏകദേശം 1 അടി ഇതേപോലെ 1 അടി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. അതിന് ശേഷം പിന്നെ ഈ ഷീറ്റ് സൈഡിലേക്ക് നമ്മൾ വെള്ളം നിറച്ചതിന് ശേഷം സൈഡിലേക്ക് ആണി അടിച്ചിട്ട് ഇത് വലിച്ച് കുറച്ച് ടൈറ്റാക്കിയിട്ട് കെട്ടുന്നതായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിൻ്റെ മേലെ കല്ലിൻ്റെ മേലെ പച്ചക്കറി ചെയ്യാവുന്ന പച്ചക്കറീൻ്റെ ഇതുപോലെ ഒന്നുകിൽ ഡ്രമ്മിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ അങ്ങനെയുള്ള പച്ചക്കറി ചെയ്യാനുള്ള ഇതിനിങ്ങനെ ചുറ്റും കറക്കി വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് നല്ല പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനെ ഒരു ഗുണവും കൂടി ഈ മീൻ വളർത്തുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഇപ്പോൾ ഈ മീൻ കുളത്തിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു വൈബാണ് ഉണ്ടാവുക. നമുക്ക് മീനെ കാണുമ്പോൾ മീനിന് തീറ്റ കൊടുക്കുന്ന സമയത്തൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു എനർജിയാണ് ഉണ്ടാവുക. അപ്പോൾ അതുപോലെ ഈ പച്ചക്കറി ഇങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് നമുക്കൊരു പ്രത്യേക ഒരു വൈബ് ഉണ്ടാകാനുള്ള എന്ന് പറയേണ്ടത് നമുക്ക് മാനസികമായിട്ടൊരു ഉല്ലാസം ഉണ്ടാവും. അപ്പം ഇതുപോലെ നിങ്ങളെല്ലാവരും മീൻ കുളം ഉണ്ടാക്കണം. ഇനിയിപ്പോൾ മീൻ കുളം നമ്മൾ ആദ്യം ഒരു മീൻ കുളം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനകത്ത് മീൻ കുഞ്ഞുങ്ങളെ ഇടണം. കുഞ്ഞുങ്ങളെ ഇടുന്നതിന് മുന്നേ നമുക്ക് വെള്ളം ട്രീറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ അടുത്ത് തന്നെ പറഞ്ഞുതരാം. ഇത്രയും കാര്യങ്ങളാണ് പടുതാക്കുളം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ മീൻ കുളം ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പം പടുതാക്കുളം ഉണ്ടാക്കി കഴിഞ്ഞു. അതിനകത്ത് ഇനിയിപ്പം നമ്മൾ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമുണ്ട്. ആ വെള്ളം പിന്നെ അതിൻ്റെ pH കറക്റ്റാക്കേണ്ട ആവശ്യമുണ്ട്. വെള്ളം ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുപോലെ മീനിൻ്റെ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മീനിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്ന സമയത്ത് അത് ഈ കുളത്തിൽ ഇറക്കേണ്ട സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അടുത്ത് വരുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ ഇതിൻ്റെ 2ാം ഭാഗം എങ്ങനെ നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇടണം അതിന് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന് അടുത്ത് തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും.